ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. വാർദ്ധക്യവും രോഗങ്ങളും അപകടങ്ങളും ശരീരവും മനസ്സും തളർത്തിയവർക്ക് ജീവിതാന്ത്യ പരിചരണവും ദീർഘകാല പരിചരണവും നൽകാനും വൃക്കകൾ പ്രവർത്തനരഹിതമായവർക്ക് ഡയാലിസിസും പരസഹായമില്ലാതെ ജീവിതം സാധ്യമല്ലാത്ത എന്നാൽ പരിചരിക്കാൻ ഉറ്റവരില്ലാത്തവർക്ക് ആശ്രയവും നൽകുന്ന ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണോദ്ഘാടനം എടമുട്ടത്തെ ആൽഫ പാലിയേറ്റീവ് കെയർ ആസ്ഥാനത്ത് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ നിർവഹിച്ചു. ഞാൻ 2016-17 ഇവിടെ ട്രെയിനി കളക്ടറായിട്ട് വന്ന സമയത്തു അന്നത്തെ കളക്ടറായ ശ്രീ കൗശികൻ സാർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, തൃശ്ശൂരിൽ നിങ്ങൾ 2 ഓർഗനൈസേഷൻസ് കുറിച്ച് നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം ആക്ട്സ് ആണ്, രണ്ടാമത്തെ ആൽഫ പാലിയേറ്റീവ് കെയർ ആണ്. ഞാൻ ട്രെയിനി കളക്ടറായിട്ടുള്ള സമയത്ത് കേട്ട ഒരു പേരാണ് ആൽഫ പാലിയേറ്റീവ് കെയർ. അതിനുശേഷം എനിക്ക് മനസ്സിലായി ആക്ട്സ് ആൻഡ് ആൽഫ പാലിയേറ്റീവ് കെയർ ആർ ഡൂയിങ് ലോട്ട് ഓഫ് ഗുഡ് വർക്ക് ആൻഡ് ഐ ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ദ റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ബോത്ത് ഓർഗനൈസേഷൻസ്. ആൻഡ് ഇന്ന് ഒത്തിരി തിരക്കുണ്ടാണെങ്കിലും ആൽഫ പാലിയേറ്റീവ് കെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻക്ക് ഐ ഹാവ് ടു ബി പ്രസൻറ്റ് എന്ന നിലയിൽ 5 minutes ആണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് പോകണമെന്ന ഒരു ഇതിലാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ബിക്കോസ് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ ദാറ്റ് for every good work done by Alpha Palliative Care, district administration will be with Alpha Palliative Care. ജില്ലാ ഭരണകൂടം ആൽഫ പാലിയേറ്റീവ് കെയറോടൊപ്പം ഉണ്ടാകും. അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും അങ്ങ് എല്ലാവരും പിന്തുണ നൽകുന്ന പോലെ ജില്ലാ കളക്ടറിൽ ഞാനും ജില്ലാ ഭരണകൂടവും ആൽഫ പാലിയേറ്റീവ് കെയർക്ക് പിന്തുണ നൽകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ പദ്ധതി വിശദീകരണവും സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പലപ്പോഴും പല സദസ്സുകളിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിരാലംബരുടെ കണ്ണീരൊപ്പുക, അവശത അനുഭവിക്കുന്നവരെ കൂടെ നിൽക്കുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് മുന്നിട്ടിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങുകയാണ്. അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, അതൊക്കെ വന്ന് ചേരുമെന്നുള്ളതാണ്. ഞാൻ പണ്ടൊരിക്കൽ ഒരു മീറ്റിങ്ങിൽ ആൽഫയുടെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വഴികൾ ഉണ്ടാവില്ല, കാട് പിടിച്ച് കിടക്കുന്ന വഴികളായിരിക്കും, വഴി ഉണ്ടാവില്ല. നിങ്ങൾ നടന്നേക്കുക, അത് പുറകിൽ വരുന്നവർക്ക് വഴിയായി മാറുമെന്നാണ്. ഇവിടെ നൂറുദ്ദീനും സംഘവും അങ്ങനെ നടക്കുകയാണ്. അത് നല്ല വഴിയായിട്ട് മാറുന്നു, മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നമുക്കെപ്പോഴും ജീവിത സായാഹ്നത്തിൽ, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആർക്ക് എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ നിവൃത്തിയില്ലല്ലോ. ഒരിക്കലും ഈ നിമിഷത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കറിയില്ല. അഹങ്കരിക്കാനൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാവും. ഒന്നും അഹങ്കരിക്കാനില്ല. എത്ര ധനം ഉണ്ടെങ്കിലും അഹങ്കരിക്കാനില്ല, എത്ര പേരും പ്രശസ്തിയും ഉണ്ടെങ്കിലും അഹങ്കരിക്കാനില്ല. നമ്മളെല്ലാവരും ഈ ഭൂമി എന്ന കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമാണ്. ആസ ഗ്രൂപ്പ് ചെയർമാൻ CP സാലിഹ്, മെയ്സലൂൺ ഗ്രൂപ്പ് CMD സുമാ വേളേക്കാട്ട്, ഫ്ലോറോ ഗ്രൂപ്പ് ചെയർമാൻ VA ഹസൻ, VS സുഗുണൻ, രവി കണ്ണമ്പിള്ളിൽ, VJ തോംസൺ, KA ഖദീജാബി, ആൽഫ ഹോസ്പീസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രസിഡന്റ് ബാബു പാനിക്കുളം, സെക്രട്ടറി റഷീദ് ആതിര തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതാന്ത്യ പരിചരണം നൽകാൻ 50 ഹൈ ഡിപ്പെൻഡൻസി മുറികൾ, കഴുത്തിന് കീഴെ തളർന്ന ഫിസിയോതെറാപ്പി പരിചരണം ആവശ്യമുള്ള 140 പേരെ പ്രവേശിപ്പിക്കാവുന്ന 70 മുറികൾ, 140 ബെഡുകളുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് സെന്റർ, 32 മെഷീനുകളുള്ള ഡയാലിസിസ് സെന്റർ, 36 മുറികളുള്ള കെയർ ഹോം എന്നിവയും നൂതന പരിശോധന ചികിത്സാ സംവിധാനങ്ങളുമെല്ലാം ഉൾപ്പെട്ടതായിരിക്കും ആൽഫ ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ രംഗത്തെ പുനർനിർവചിക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് ലോകത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. 36 മുറികളുള്ള 12 ഫ്ലാറ്റുകളിൽ നമ്മൾ അവിടെ എല്ലാ ജാതി മത വിശ്വാസം ഉള്ള ആളുകളെ ഇതിനകത്തുണ്ട്. അവരെല്ലാവരും ഒരേ അമ്മ പെറ്റ മക്കളെപ്പോലെ ഒരുമിച്ച് ജീവിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു ഫീസും വാങ്ങാതെ നമുക്ക് നടത്തിക്കൊണ്ട് പോകണം. ഒരു ഫീസും വാങ്ങാതെ ഭക്ഷണം സൗജന്യം, ചികിത്സ സൗജന്യം, മരുന്നുകൾ സൗജന്യം, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നിനും നമ്മൾ ചാർജ് ചെയ്യരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റൊരു സമയത്തല്ല ചെയ്യേണ്ടത്, ഈ സമയത്താണ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളത് കേരളം മുഴുവൻ ഈ മോഡൽ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരേ സമയം 190 പേർക്ക് ലോക നിലവാരത്തിൽ പാലിയേറ്റീവ് കെയർ കിടത്തി ചികിത്സ നൽകാൻ കേന്ദ്രത്തിന് കഴിയും.
സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപുര. I am parent of Dan Varapalli, LKGB. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്, അതേപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ 4 Degrees അക്കാദമിയിൽ ചേർക്കാൻ പറ്റിയില്ല. I'm immensely happy to share my son's experience with Holy Grace Radio, a cool digital radio. This worldwide accessible platform is like a magic wand that makes them speak confidently. KG ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ്, സ്കേറ്റിങ്, അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 months ആയിട്ടുള്ളൂ. അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ, അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു. എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.